ഹലോ ഫ്രണ്ട്സ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ ഒരു ഡേ ഇൻ മൈ ലൈഫ്, എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ കാണിക്കുന്നത്. പ്രഗ്നൻ്റൊക്കെ ആയതിനു ശേഷമുള്ളൊരു ഡേ ഇൻ മൈ ലൈഫ്. രാവിലെ ആദ്യം ചായ കുടിച്ചു, പിന്നെ ബിസ്ക്കറ്റ് തിന്നു. അത് കഴിഞ്ഞ് ഞാൻ കുറച്ച് നേരം അവളെ ഇങ്ങനെ കൊഞ്ചിക്കും, എൻ്റെ മോളേനെ. അതെന്താണെന്ന് വെച്ചാൽ, ഒന്നാമത്തെ കാര്യം, നമ്മളിപ്പോൾ പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുമ്പോൾ നമ്മൾ അവൾക്ക് പ്രിഫറൻസ് കൊടുക്കുന്നു എന്ന് അവൾക്ക് തോന്നണമല്ലോ, ഇല്ലെങ്കിൽ അവൾക്ക് സങ്കടം വരില്ലേ. അങ്ങനെ അപ്പം ഞങ്ങൾ വീഡിയോ എടുക്കുമ്പോൾ അച്ചാച്ചൻ ഇങ്ങനെ വേണ്ടാന്ന് പറഞ്ഞിട്ട് നിൽക്കുകയാണ്. അതിന് അവളിങ്ങനെ പുള്ളിയുടെ കയ്യിലൊക്കെ കടിക്കുകയൊക്കെയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ കൊന്ത ചൊല്ലാൻ വേണ്ടിയിട്ട് പോയി. ഞാൻ കുറേ സമയം പ്രാർത്ഥിക്കും ഇരുന്ന്, ഇങ്ങനെ പ്രഗ്നൻ്റൊക്കെ ആയിട്ടിരിക്കുന്നതുകൊണ്ട്. പിന്നെ അവളെ സ്കൂളിൽ പോകാൻ വേണ്ടി ഒരുക്കുമായിരുന്നു. ഞാനല്ല, അവളുടെ അച്ഛനാണ് അതൊക്കെ ചെയ്യുന്നത്. പുള്ളിയാണ് ഗ്രൂമിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അങ്ങനെ അവളെ ഒരുക്കി റെഡിയാക്കി. അവളപ്പം ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോൾ ഇങ്ങനെ ഐഡൻറ്റിറ്റി കാർഡ് ഇങ്ങനെ പൊക്കി കാണിക്കുക. അത് കഴിഞ്ഞിട്ട് അവൾ പോകാൻ തുടങ്ങുമായിരുന്നു. പോകുന്നതിന് മുന്നേ എനിക്ക് എന്നും ഒരു ഉമ്മ തന്നിട്ടാണ് പോകുന്നത്. എനിക്ക് മാത്രമല്ല, അവളുടെ അപ്പായിക്കും ഉമ്മ കൊടുക്കും. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ടാണ് പോകുന്നത്. അങ്ങനെ അവൾ രാവിലെ പോവാണ്. പോയി കഴിയുമ്പോൾ പിന്നെ ഭയങ്കര വിഷമമാണ്. എന്തു പറഞ്ഞാലും ഉള്ളപ്പം ഭയങ്കര വഴക്കുമാണ്, എങ്കിലും പോയി കഴിയുമ്പോൾ ഒരു വിഷമമാണ്. പിന്നെ ഞാൻ എൻ്റെ ഹോട്ട് വാട്ടർ ബാഗൊക്കെ എടുത്തിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഭയങ്കര ബാക്ക് പെയിനാണ് പ്രഗ്നൻ്റ് ആയിക്കഴിഞ്ഞപ്പോൾ തൊട്ട്. ഞാൻ രാവിലെ കുളിക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ ഇങ്ങനെ പ്രഗ്നൻ്റ് ആയിട്ടൊക്കെ ഇരിക്കുന്ന സമയത്ത് രാവിലെ കുളിക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക എനർജി അല്ലേ. അപ്പോൾ അങ്ങനെ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് സ്കിൻ കെയർ ചെറിയ രീതിയിൽ, ഇപ്പം ഇങ്ങനെ നമുക്ക് കെമിക്കൽസ് ഒന്നും ഒരുപാട് യൂസ് ചെയ്യാൻ പറ്റില്ല, വിറ്റമിൻ സി അങ്ങനത്തെ സാധനങ്ങളൊന്നും. അതുകൊണ്ട് ഞാൻ അലോവേരയുടെ ധാത്രിയുടെ ജെല്ലാണ്, ഡോക്ടറോട് ചോദിച്ചിട്ടാണ് കേട്ടോ, അതാണ് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. നേരത്തെ ഞാൻ സിനിമയുടെ ഒക്കെ ഉള്ളതായിരുന്നു ഇടുന്നത്. ഇപ്പോൾ അതൊന്നും ഇടാൻ പറ്റാത്തതുകൊണ്ട് ഇതാണ് യൂസ് ചെയ്യുന്നത്. ഇത് മാത്രമേ ഇടാറുള്ളൂ, വേറൊന്നും ഞാൻ സിറംസ് ഒന്നും യൂസ് ചെയ്യില്ലെന്ന് ഡോക്ടർ പറഞ്ഞു. ഈ ടൈമിൽ സിറംസ് ഒന്നും യൂസ് ചെയ്യാൻ പറ്റില്ല നമുക്ക്. പിന്നെ പ്ലമ്മിൻ്റെയോ അങ്ങനെ വല്ല നാച്ചുറലായിട്ടുള്ള, എന്നാലും സിറംസ് യൂസ് ചെയ്യാതിരിക്കുന്നതാണ് ബെറ്റർ എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ ജെല്ല് മാത്രമേ ഇടാറുള്ളൂ. പക്ഷെ നമ്മൾ സ്കിൻ കെയർ ചെയ്യണം എന്താണെങ്കിലും. പിന്നെ എനിക്ക് കുളി കഴിഞ്ഞാൽ ഇത്തിരി പൗഡർ ഇട്ടില്ലെങ്കിൽ ഒരു സാറ്റിസ്ഫാക്ഷൻ വരില്ല. അപ്പം ഞാൻ കുറച്ച് പൗഡർ, കുട്ടിക്കുറയുടെ പൗഡറാണ് കേട്ടോ, അതിട്ട് ഇടുകയാണ്. അതിട്ടില്ലെങ്കിൽ ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ല. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞാൻ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിരുന്നു. ഒട്ടും പഴവുമായിരുന്നു കേട്ടോ. എനിക്കൊട്ടും ഇഷ്ടമില്ലാത്ത ബ്രേക്ക്ഫാസ്റ്റാണ്, പക്ഷേ അതേ ഉണ്ടായിരുന്നുള്ളൂ. എനിക്ക് രാവിലെ മധുരമൊന്നും കഴിക്കുന്നത് ഇഷ്ടമല്ല. എനിക്ക് സ്പൈസി ആയിട്ട് എന്തെങ്കിലും കഴിക്കണം. കഴിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ ഗുളിക കഴിച്ചില്ലല്ലോ എന്ന് ഓർത്ത് രാവിലത്തെ. അപ്പം ഞാൻ ഗുളിക കഴിച്ചു. കഴിഞ്ഞിട്ടാണ് പിന്നെ ഫുഡ് കഴിച്ചത്. എനിക്ക് രാവിലെ ഇങ്ങനെ അട, മധുരമുള്ള അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇഷ്ടമല്ല. സ്പൈസി ആയിട്ട് എന്തെങ്കിലും കറിയൊക്കെ കൂട്ടിയിട്ട് കഴിക്കുന്നതാണ് ഇഷ്ടം. അതുപോലെ നോൺ വെജും വലിയ താല്പര്യമില്ല. ഞാൻ അത് കഴിച്ചു. അത് കുറച്ചേ കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് എനിക്ക് വിശന്നു. 10 മണിയൊക്കെ ആയപ്പോൾ ഒരു ഉഴുന്നുവട, ചൂടോടെ 2 ഉഴുന്നുവട കിട്ടി. അത് കഴിച്ചു. അത് കഴിച്ച് കഴിഞ്ഞ് പിന്നെ ഞാൻ കുറച്ച് ജോലിയൊക്കെ ചെയ്യുന്നുണ്ട്. ഞാൻ വർക്ക് ഫ്രം ഹോം ആണ്, അതുകൊണ്ട് വർക്കുണ്ട്. അപ്പം ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്ക് ഇങ്ങനെ ക്ഷീണം വരുമ്പം ഓഫ് ചെയ്യും, കിടക്കും, പിന്നെയും ചെയ്യും. അങ്ങനെ കുറേ, അപ്പോൾ എനിക്കൊരു ടൈമില്ല. ഞാൻ എൻ്റെ വർക്ക് തീരുന്നതിനനുസരിച്ചാണ് അത് തീർക്കുന്നത്. അപ്പം ഞാനിങ്ങനെ ഇടയ്ക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇരുന്ന് ചെയ്യാൻ എനിക്കൊരു ബുദ്ധിമുട്ടുണ്ട്. അപ്പം ഞാനിങ്ങനെ ഇടയ്ക്ക് കിടക്കുകയൊക്കെ ചെയ്യും. അതുകൊണ്ട് തീരാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഞാൻ എൻ്റെ വർക്കൊക്കെ ചെയ്ത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ക്ഷീണമായി. പിന്നെ ഞാൻ കിടന്നു. ഗുളിക കഴിക്കുന്നതുകൊണ്ട് പെട്ടെന്ന് ഉറക്കം വരും. നമ്മൾ ഈ അയണിൻ്റെയും കാൽസ്യത്തിൻ്റെയൊക്കെ ഗുളിക കഴിക്കുന്നതുകൊണ്ട് പെട്ടെന്ന് ഉറക്കം വരും. അങ്ങനെ ഉറങ്ങി കഴിഞ്ഞ് പിന്നെ ഞാൻ ഉച്ചയായപ്പോൾ എഴുന്നേറ്റ്. അപ്പം ഞാൻ ചോറ് കഴിച്ചു. ചോറ് കഴിച്ച് കഴിഞ്ഞാണ് ഞാൻ ആ വീഡിയോ എടുത്തില്ല എന്ന് ഓർത്തത്. പയറ് തോരനും മീനും ചോറും പച്ചടിയായിരുന്നു. പിന്നെ ഞാനൊരു 5 സ്റ്റാർ കഴിച്ചു. എനിക്ക് ഈ സമയത്ത് ഭയങ്കരമായിട്ട് കൊതിയാണ് മുട്ടായി കഴിക്കാൻ. ആദ്യത്തേതിന് അങ്ങനെ ഇല്ലായിരുന്നു. പിന്നെ 4 മണിയായപ്പോൾ ചായയും സ്നാക്സ് എന്തോ ഉണ്ടായിരുന്നു, അത് കഴിച്ചു. പിന്നെ ഒരു 5-6 മണിയായപ്പോൾ ഞാൻ കുറച്ച് ഫ്രൂട്ട്സ് കഴിച്ചു. ഇന്നൊന്നും കഴിച്ചില്ലല്ലോ എന്ന് വിചാരിച്ചപ്പം കുറച്ച് അനാറും കുറച്ച് മുന്തിരിങ്ങയും കൂടി കഴിച്ചു. ഞാനങ്ങനെ ഫ്രൂട്ട്സ് കഴിക്കാൻ എനിക്ക് ഭയങ്കര മടിയാണ്. പിന്നെ ഞാൻ ഹസ്ബൻഡ് വന്ന് നോക്കുമ്പോൾ വഴക്ക് പറയും, അതുകൊണ്ട് കഴിച്ചതാണ്. പിന്നെ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് ഒരു 6 മണിയൊക്കെ ആയപ്പം, 6:30 ആയപ്പം പ്രാർത്ഥിക്കാൻ തുടങ്ങുകയാണ്. ഇപ്പം ഞാൻ ജസ്റ്റ് 6:30 ആകുമ്പോൾ ഒന്ന് തിരി കത്തിച്ച് ചെറുതായിട്ട് പ്രാർത്ഥിക്കുന്നേ ഉള്ളൂ. പിന്നെ ഹസ്ബൻഡും മോളും വന്നു കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫാമിലിയായിട്ട് ഇരുന്ന് പ്രാർത്ഥിക്കും. അതെനിക്ക് നിർബന്ധമുള്ള കാര്യമാണ്. ഫാമിലിയായിട്ട് ഇരുന്ന് പ്രാർത്ഥിക്കണം. പിന്നെ സന്ധ്യാസമയത്ത് നമ്മൾ തിരി കത്തിക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ തിരി കത്തിച്ച് ജസ്റ്റ് വെറുതെ ഒന്ന് കുരിശ് വരയ്ക്കുന്നേ ഉള്ളൂ. അല്ലാതെ നമ്മൾ
വലുതായിട്ട് പ്രാർത്ഥിക്കും. പിന്നെ അച്ചാച്ചൻ വന്നപ്പോൾ ഷവർമ്മ മേടിച്ചുകൊണ്ട് വന്നു. ഇപ്പോൾ കഴിക്കുന്നത് ശരിയല്ല എങ്കിലും ഞാനത് കഴിച്ച് കഴിഞ്ഞ് കുറച്ചും കൂടെ വർക്ക് തീർക്കാനുണ്ടായിരുന്നു, അത് ചെയ്തു. പിന്നെ ഞാൻ വൈകിട്ട് തട്ട് ദോശ വേണമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ദോശയും ഓംപ്ലേറ്റും ആയിരുന്നു. അത് കഴിഞ്ഞ് ഇതെനിക്ക് നമ്മുടെ ഹോസ്പിറ്റലിൽ നിന്ന് തന്ന ബുക്കാണ്. പ്രാർത്ഥനകളാണ് ഇതിനകത്ത്, കുഞ്ഞിന് വേണ്ടിയുള്ള ഓരോ മാസവും നമ്മൾ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനകളാണ്. അപ്പോൾ അതൊക്കെ ഞാൻ പ്രാർത്ഥിച്ചിട്ട് കിടന്നു. ഇപ്പം നമ്മൾ ചൂടായതുകൊണ്ട് താഴെയാണ് കിടക്കുന്നത്, ഭയങ്കര ചൂടാണ്. അപ്പം നല്ല സുഖമാണ് ബെഡൊക്കെ വിരിച്ചിട്ട് കിടക്കാൻ. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ ഒരു കൊന്ത എടുത്ത് അടുത്ത് വെക്കും. അത്രയേ ഉള്ളൂ കേട്ടോ.